താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരുടെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മകളുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതക ശ്രമം. സംഭവത്തിൽ പ്രതി താമരശ്ശേരി സ്വദേശി സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ഡോക്ടർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ് നാടിനെ നടുക്കിയ സംഭവം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഓഫീസിലെത്തിയ പ്രദേശവാസി സനൂപ് ബാഗിൽ ഒളിപ്പിച്ച് വടിവാളെടുത്ത് ഡോക്ടർ വിപിനെ വെട്ടുകയായിരുന്നു. സൂപ്രണ്ട് ഓഫീസിൽ മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങാനെത്തിയ രോഗിയുടെ സാന്നിധ്യത്തിലായിരുന്നു അക്രമം. ഈ സമയം സൂപ്രണ്ട് ഓഫീസിലുണ്ടായിരുന്നില്ല. രോഗിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് സനൂപിനെ തടഞ്ഞത്. 2 പെൺമക്കൾക്കൊപ്പം എത്തിയാണ് അക്രമം നടത്തിയത്. പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാ എൻ്റെ മോളെ കൊന്ന് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. കർശന നടപടി വേണമെന്ന് KGMOയെ ആവശ്യപ്പെട്ടു. അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ഡോക്ടർമാർ OP ബഹിഷ്കരിക്കും. ആശുപത്രികളെ അതിസുരക്ഷാ മേഖലകളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് KGMOയെ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തു. നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാനുള്ള നടപടികൾ കർക്കശമായി വേണമെന്ന് ഈ അവസരത്തിൽ നമ്മൾ പറയാം. ഇതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലെ കാഷ്വാലിറ്റി സേവനങ്ങളടക്കമുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഡോക്ടർ വിപിന്റെ തലയ്ക്ക് ആഴത്തിൽ പരിക്കുണ്ട്. തലയോട്ടിക്ക് പൊട്ടലും തലച്ചോറിന് ക്ഷതവുമുണ്ട്. എന്നാൽ അപകടനിലയില്ലെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർ റീനൂബ് പറഞ്ഞു. ആള് കോൺഷ്യസ് ആണ്, ബാക്കി വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ ആണ്. ആഴത്തിലുള്ള മുറിവാണ്, ആ സ്കാൽപ്പ് മുറിവുണ്ട്. അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട്. തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല. ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ്. ന്യൂറോ സർജറി ICUലാണ് ഇപ്പോൾ ഉള്ളത്. കേസിൽ പ്രതി സനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വെട്ടാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മകൾ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് കരുതിയാണ് പ്രതി ഡോക്ടറെ വെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.